അഫാൻ്റെ അമ്മ ഷെമിയുടെ മൊഴിയിൽ ഇപ്പോൾ പോലീസിന് വിശ്വാസ്യത വന്നിരിക്കുന്നു. പോലീസ് ഇപ്പോൾ അമ്മയെ പാർപ്പിച്ചിരിക്കുന്നത് വെഞ്ഞാറമൂട് കുറ്റിമൂട് ചാരിറ്റബിൾ സൊസൈറ്റി വക കെട്ടിടത്തിലാണ്. അവിടെ മറ്റാർക്ക് പോയി അവരെ കാണാൻ കഴിയില്ല. അവർ ചികിത്സയും അതോടൊപ്പം തന്നെ പോലീസ് സംരക്ഷണയിലാണ് അവിടെ. അവരിപ്പം യഥാർത്ഥത്തിൽ പോലീസിൻ്റെ അടുത്ത് ഇപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പോലീസ് ഭാഗത്ത് സത്യങ്ങൾ പറയുന്നു. അഫാന് എതിരായിട്ട് പറഞ്ഞു തുടങ്ങി. അത് കോടതിയിലെത്തിയാൽ ഗുണം ചെയ്യും. എങ്കിലും മനസ്സ് അമ്മയുടെ ആണ്, മകനാണ് പ്രതി. അതുകൊണ്ട് അത്ര വിശ്വാസ്യത എനിക്ക് പോരാ. എങ്കിലും ഇതുവരെയുള്ള അന്വേഷണം അത് ഇപ്പോൾ കിളിമാനൂർ പോലീസും പേരമലയിലുള്ള കേസ് അന്വേഷണം വെഞ്ഞാറമൂട് പോലീസും അതുപോലെ ചുള്ളാളത്തെ SN പുരം ചുള്ളാളത്തെ കേസിൻ്റെ അന്വേഷണം, ലത്തീഫിനെയും ഭാര്യയും കൊന്ന കേസിൻ്റെ അന്വേഷണം കിളിമാനൂർ പോലീസും അന്വേഷിക്കുകയാണ്. 3 പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസിൻ്റെ അന്വേഷണം തുടരുന്നത്. 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് സംഭവം. ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ്റെ അന്വേഷണം അത് വല്യമ്മയെ കൊന്നതാണ്. കല്ലറ പാങ്ങോട്ടാണ് ആ കേസിൻ്റെ കുറ്റച്ചാർജ് ആദ്യം കൊടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത് SN പുരം ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിൻ്റെ കൊലപാതകവും വല്യമ്മയുടെ കൊലപാതകം മാലയെടുക്കാനാണ്. അതെന്തായാലും പോലീസ് പെട്ടെന്ന് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിച്ചു കളയും. അതേസമയത്ത് SN പുരം ചുള്ളാളത്തെ അബ്ദുൽ ലത്തീഫിനെ കൊന്ന കാര്യത്തെപ്പറ്റി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം സെറ്റിയിലിരിക്കുകയായിരുന്നു. ഓപ്പോസിറ്റിരുന്നു. അദ്ദേഹത്തിന് ബാഗിൽ നിന്ന് അഫാൻ ചുറ്റികെടുത്ത് തലക്കെട്ടടിക്കുകയായിരുന്നു. ഈ ബഹളവും ഇതും കണ്ടിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന ലത്തീഫിൻ്റെ ഭാര്യ ഇത് കണ്ട് പിന്തിരിഞ്ഞോടി. ഇവൻ ചുറ്റി കൊണ്ട് അടിക്കുന്ന കണ്ടിട്ട് പിന്തിരിഞ്ഞോടി. പിന്നാലെ അഫാൻ പോയി അവരെയും തലയുടെ പിൻവശത്തെ ചുറ്റി കൊണ്ട് അടിച്ചു, അവരെയും കൊന്നു. അതിനകത്ത് തൻ്റെ വീട്ടുകാരെ അല്ലെങ്കിൽ ഷെമിക്ക് 80,000 രൂപ ലത്തീഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പണം തിരിച്ചു ചോദിച്ചു. രണ്ടാമത് വീട് വിറ്റ് കടങ്ങളെല്ലാം തീർക്കാനാണ് ബാപ്പായുടെ ജ്യേഷ്ഠൻ പറയുന്നത്. അത് ഉൾക്കൊള്ളാനായിട്ട് അഫാന് കഴിഞ്ഞില്ല. അവഹേളിക്കുന്ന രീതിയിലാണ് ബാപ്പാൻ്റെ ജ്യേഷ്ഠൻ പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ കൊല്ലണമെന്നുള്ള വൈരാഗ്യം വന്നത് എന്ന് അഫാൻ പറയുന്നുണ്ട്. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് അങ്ങനെ ഒരു വൈരാഗ്യമേ ഇല്ല. ഭാര്യ കൊല്ലാൻ കാരണം അവരുടെ ഭർത്താവിനെ കൊന്നത് കണ്ടപ്പം അവർ പേടിച്ച് പിന്തിരിഞ്ഞ് ഓടിയപ്പം ഇയാൾ പിന്നാലെ പോയി തലയുടെ പിന്നിൽ ചുറ്റി കൊണ്ടടിച്ചു. ഇപ്പം ആ കേസിൻ്റെ അന്വേഷണം കിളിമാനൂർ പോലീസ് നടത്തിയപ്പോൾ ആ സംഭവമായിട്ട് അനുബന്ധിച്ച് ആ ചുറ്റിയ അവർ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിന്നെ ലത്തീഫിനെ തലക്കടിച്ച് വീഴ്ത്തി അതിനുശേഷം ഭാര്യയെ അടിച്ച് വീഴ്ചപ്പോൾ ഒരു കോള് ലത്തീഫിൻ്റെ മൊബൈലിൽ വന്നു. അതെടുത്തിട്ട് പോകാൻ നേരത്ത് ആ മൊബൈൽ ഫോൺ എടുത്ത് പോകുന്ന വഴിക്ക് വീടിൻ്റെ സമീപം ഒരു കനാലിൻ്റെ ഭാഗത്തേക്ക് എറിഞ്ഞു കളഞ്ഞു. അതിപ്പം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആരുടെ കോളാണ് അപ്പം വന്നതെന്ന് അറിയത്തില്ല. ഏതായാലും ഈ പേരമലയിലെ അവരുടെ കുടുംബ വീട്ടിൽ നിന്ന് ചുള്ളാളത്തെ SN പുരത്തെ കേസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചില മെറ്റീരിയൽ ഓബ്ജക്റ്റ് MO അവിടുന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സിഗരറ്റിൻ്റെ കുറ്റികൾ എലിവിഷം കഴിച്ചിട്ടുണ്ട്. ആ സിഗരറ്റിൻ്റെ ബാക്കി അവർ പേരമലയിലെ കുടുംബ വീട്ടിൽ നിന്ന് എടുത്തു. അവിടെ നിന്ന് എലിവിഷം എടുത്തിട്ടുണ്ട്. പെപ്സി കുടിച്ചിട്ടുണ്ട്, അതെടുത്തിട്ടുണ്ട്. ചുറ്റിക എടുത്തിട്ടുണ്ട്. ചുറ്റിക പൊതിഞ്ഞുകൊണ്ട് വന്ന ബാഗ്, ഇതെല്ലാം കസ്റ്റഡിയിലെടുത്തു പോലീസ്. അപ്പോൾ അത് ഈ രണ്ടാമത്തെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കസ്റ്റഡി എടുത്തതെന്ന് മനസ്സിലാവുന്നു. മൂന്നാമത്തെ കേസിലോട്ട് വരുമ്പോൾ അത് വെഞ്ഞാറമൂട് പോലീസിൻ്റെയും. അങ്ങനെ 3 പോലീസ് സ്റ്റേഷനിലാണ്
ഇയാളെ പോലീസ് സ്റ്റേഷനിലെ അന്വേഷണത്തിനാണ് കസ്റ്റഡിയിൽ വാങ്ങിച്ചത്. ആ അന്വേഷണമൊക്കെ പോലീസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സാക്ഷികളെ നോട്ടുകളെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത്. ആ വീടുകളിൽ നിന്ന് മൂന്നിന്നും കസ്റ്റഡി എടുക്കേണ്ട മെറ്റീരിയൽ ഓബ്ജക്റ്റുകളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി കേസിൻ്റെ കുറ്റച്ചാർജ് തയ്യാറാക്കണം. ആ സമയത്ത് അഫാൻ്റെ ഉമ്മ ഷെമി നേരത്തെയുള്ള മൊഴിയിൽ നിന്ന് വ്യതിചലിച്ച് മാറി ഇപ്പം സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പം മകൻ കുറ്റക്കാരനെന്ന രീതിയിൽ മൊഴി കൊടുക്കാൻ തുടങ്ങി. അവർക്കറിയാം, നമുക്കറിയാം, ആദ്യത്തെ മൊഴി അവിടുത്തെ മജിസ്ട്രേറ്റ് വന്ന് കൊടുത്തപ്പം അവർ തലയടിച്ചു വീണു, തല പൊട്ടി എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീടാണ് മനസ്സിലാകുന്നത് തൻ്റെ മകൻ 5 പേരെ കൊന്നു, തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു. 5 പേരെ കൊന്ന വിവരം വരെ ആശുപത്രി കിടന്ന സമയത്ത് അവർക്ക് അവിശ്വസനീയമായി തോന്നിയെങ്കിലും പതുക്കെ ഹോസ്പിറ്റൽ ഡോക്ടർമാർ അവരത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് 5 കൊലപാതകം മകൻ നടത്തി എന്ന് പറഞ്ഞു. വസ്തുതകളെല്ലാം ഇവർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതനുസരിച്ചുള്ള മൊഴി ഇപ്പം പോലീസിന് കൊടുത്തു. കിളിമാനൂർ പോലീസിനും അതുപോലെ വെഞ്ഞാറമ്മൂട് പോലീസിനുമൊക്കെ അതേ രീതിയിലുള്ള മൊഴി കൊടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ആ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചുകൂടെ കഴിയുമ്പം നോർമൽ ആകുമ്പം മാറേണ്ടി വരും. എന്നിരുന്നാലും ലത്തീഫിനെ മാത്രമേ തങ്ങളെ കുടുംബത്തിനെ അവഹേളിച്ചുകൊണ്ടാണ് കൊന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് പ്രതി. അഫാന കൊല്ലാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഈ കൊലപാതകം കണ്ട് അവർ പിന്തിരിഞ്ഞു ഓടി ആളുകൂട്ടും എന്ന് കണക്കാക്കിക്കൊണ്ടായിരിക്കണം അവരെ പിന്നാലെ പോയി തലയ്ക്കടിച്ച് കൊന്നത്. അപ്പോൾ ഒരു കൊലപാതകം നടത്തേണ്ട ഒരു ആവശ്യം അവനെ സംബന്ധിച്ചോളം, അഫാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വല്യമ്മയെ കൊന്നതിൻ്റെ ആവശ്യം നമുക്കറിയാം, സ്വർണം വേണം. അതേസമയത്ത് വീട്ടിൽ എത്തി അഫാനെ വെഞ്ഞാറമ്മൂട് പോലീസിൻ്റെ അന്വേഷണത്തിൽ എന്തിനാണ് ആ പെൺകുട്ടിയെ കൊന്നതെന്നുള്ളത് താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ആയതുകൊണ്ടാകാം, പക്ഷേ അങ്ങനെ പറയുന്നില്ല. ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടന്ന മാല വാങ്ങി വിറ്റ് കളഞ്ഞു. അത് പണയം വെച്ചെന്ന് പറഞ്ഞിട്ട് വേറൊരു ഗിൽറ്റ് മാല എടുത്ത് കൊടുത്തു. ആ പണയം വെച്ച മാല തന്നെയാണോ പോലീസ് കണ്ടെടുത്തതെന്ന് അറിയില്ല. അത് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. എങ്കിലും ഇപ്പോൾ 3 കേസിൻ്റെയും കസ്റ്റഡി പോലീസ് പ്രതിയെ വാങ്ങിച്ചു കഴിഞ്ഞു, ചോദ്യം ചെയ്തു, റിക്കവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം റിക്കവറി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി അഫാനെ സംബന്ധിച്ചിടത്തോളം ഈ 5 കൊലക്കേസിനും കോടതിയിലെ കുറ്റച്ചാർജ് ഫേസ് ചെയ്യേണ്ടി വരും. അയാൾ ട്രയലിൽ കിടന്നുകൊണ്ട് തന്നെ ജയിലിൽ കിടക്കും. അത് തന്നെ 5 കേസിനകത്ത് 5 ജീവപര്യന്തം തന്നെ ലഭിക്കും എന്ന് ഞാൻ കരുതുന്നത്. അമ്മയുടെ കേസിനകത്ത് ചിലപ്പം അത് വിട്ടുപോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 കൊലക്കേസും അത് വളരെ ചലഞ്ചിങ് തന്നെയാണ്. അത് അതിൻ്റെ ട്രയൽ തീരുന്നിടം വരെ ആ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി കോടതി പോവുകയും പ്രോസിക്യൂഷൻ സാക്ഷികളെ പഠിപ്പിച്ച് കോടതി മൊഴി കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആ കേസിൻ്റെ ട്രയൽ വിധി വരുന്നിടം വരെ കോടതിയിൽ തന്നെ നിന്നെങ്കിൽ മാത്രമേ ഈ കേസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കൺവിഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. കാരണം ഞാൻ തുടക്കം പോലെ പറയുന്നത് മോട്ടീവിൻ്റെ കാര്യം കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. മോട്ടീവ് എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു സാഹചര്യ തെളിവിലുള്ള കേസുകൾക്ക് കോടതി ശിക്ഷിക്കാൻ സാധ്യത ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കണം പോലീസ് ഇക്കാര്യത്തിൽ. എങ്കിലും ഷെമി ഇപ്പം യഥാർത്ഥത്തിൽ ഉള്ള മൊഴി കൊടുക്കാൻ തുടങ്ങി. ഇത് വളരെ നല്ലൊരു ശുഭലക്ഷണം തന്നെയാണ്. അത് കോടതിയിലൂടെ അവരത് പറഞ്ഞെങ്കിൽ മാത്രമേ പോലീസിന് അതുകൊണ്ട് ഈ കേസിന് സക്സസ്ഫുള്ളായൊരു പ്രോസിക്യൂഷൻ നടത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും പിതാവിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് അറിയത്തില്ലെങ്കിലും മകനെ സംരക്ഷിക്കില്ല എന്ന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. എങ്കിലും മാതാവും പിതാവുമാണ്, മകനാണ് പ്രതി. അത് നമ്മൾ ആലോചിക്കണം. ഏതായാലും അവർ മൊഴി കൊടുക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് അന്ന് അത് മനസ്സിലാവുകയുള്ളൂ.